പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 ചുണ്ടേ. മഹാബലിയുടെ അച്ഛന്റെ പേരെന്താണ്, അമ്മയുടെ പേരെന്താണ്, മക്കളുടെ പേരെന്താണ്, അച്ചാച്ചന്റെ പേരെന്താണ്? അച്ഛൻ പഠിച്ചു വന്ന സ്ഥിതിക്ക് അച്ഛൻ തന്നെ എല്ലാം പറഞ്ഞു. ആരെങ്കിലും കറക്റ്റ് പറയുകയാണെങ്കിൽ സമ്മാനം തരും. മുടിമേലെ മണ്ണ പരത്തണം മലയാളക്കരയിലക്കണം വിളമ്പാനായില നിരത്തണം ഒരു ജീവ ഏത് മൂട്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന റോബോട്ടിക് സർജറി മറ്റൊക്കെ ഉള്ള ഒരു അറിയപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്. അതിന് നമുക്കറിയാം ഇതിന്റെ കെട്ടിടത്തിന്റെ ഭംഗിയോ ഇൻസ്ട്രുമെന്റിന്റെ പ്രധാനമോ അതിന്റെ പെയിന്റൊന്നുമല്ല, ഇവിടെ ഡോക്ടേഴ്സ് സ്റ്റാഫ് അംഗങ്ങളാണ്, അവരൊക്കെയാണ് കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കെട്ടിടങ്ങൾക്കൊന്നും കമ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് ആ കുറവ് നിർത്താനുള്ള ഒരു അവസരമാണ് ഓണാഘോഷം. നമ്മൾ ഒരുമിച്ച് സദ്യ കഴിക്കുമ്പോഴും തിരുവാതിര കളിക്കുമ്പോഴൊക്കെ ഈ ഒരു വികാരം, ഓണത്തിന്റെ നന്മയുടെ വികാരം നമ്മളെ കുറിച്ച് സംശയിക്കാറുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന വലിയ സേവനത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. എനിക്കിവിടെ അധികം വരാറില്ല. ആദ്യം ആൾ വന്നത് കാലത്ത് കുറ്റിവേദനയായിട്ടാണ് വന്നത്. അന്നൊരു ജോസാറും ഇല്ലായിരുന്നു. സാറ് പറഞ്ഞു ഈ നല്ല ഷൂ അത് മേടിച്ചിട്ടാൽ ശരിയാവും പറഞ്ഞു. അവിടെ പോയി മേടിച്ചിട്ടു, ഒരു കുഴപ്പമില്ല, വളരെ സുഖമായിട്ട് ഓണത്തല്ല് പിന്നെ ആ വയസ്സ് കൂടി ആ കാരണങ്ങളൊക്കെ ഓർമ്മ വയസ്സുകാരുടെ രണ്ടുപേരും അഭ്യാസത്തിന്റെ മുന്നിൽ നിന്നുള്ള ഒരു വെളിച്ചപ്പാട് നായരുണ്ട്. അയാളുടെ വീട്ടിൽ ഒക്കെ പൂക്കളങ്ങൾ, ഞങ്ങൾ പൂക്കളം വയ്ക്കും, പക്ഷെ അവിടെ കേമാണ്. പിന്നെ കുറെ ഹോ എന്നൊക്കെ പറഞ്ഞ് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കഷ്ടകാലത്തിൽ ഞാൻ സെന്റ് തോമസിൽ പോയി പഠിച്ച്, പിന്നെ കൃഷിയൊക്കെ അമ്മ വിറ്റു. ഇപ്പൊ റബ്ബറാണ് അവിടെ ഉള്ളത്. അങ്ങനെ എനിക്ക് ഒരുപാട് നോസ്റ്റാൾജി ഉണ്ടാക്കുന്ന സമയമാണ് ഈ ഓണക്കാലം. അങ്ങനെ വലിയ ആഘോഷങ്ങളല്ല, നമ്മള് അവധിക്കാകുമ്പോൾ പൂക്കൾ പറിക്കുക, ഈ കളിമണ്ണ് കൊണ്ട് നമ്മൾ കൃഷ്ണാകരപ്പന ഉണ്ടാകും. പിന്നെ അന്ന് രാവിലെ ചെറിയ പൂജ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഓർമ്മയിലുള്ളത്. ഓണത്തിനാണെങ്കിൽ ആൾക്കാർ കുറവായിരിക്കും, ഭയങ്കര സുഖമാണ് ഡ്യൂട്ടി എടുക്കാനായിട്ട്. അങ്ങനെ ഓണത്തിന് ഈ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ ഡ്യൂട്ടി ആകുമ്പോൾ റൂമിലിരിക്കണം. ഒരു 11 മണിയായപ്പോൾ റൂം തട്ടി തന്നെ ഒരു അവിടുത്തെ 2 പേര് അവിടെ കോൺഗ്രസ്സുകാരാണ് നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ മെയിൻ അണികളൊക്കെ അവിടെ ഉണ്ട്. ഓണത്തിനന്ന് അവരുള്ളത് 6 ആൺപിള്ളേരും 3 ആന്റിമാരാണ് വീട്ടിലെല്ലാവരും. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ സിസ്റ്റം നടക്കുന്നില്ല, കാരണം എല്ലാവർക്കും പ്രായമായി. പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് പിന്നെ 2 പെരുന്നാള് അങ്ങനെ ഓരോ സിസ്റ്റം ഓരോ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തിയിരുന്നത്. അപ്പോൾ ഓണത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിമാരുടെ വീട്ടിൽ പോലെയാണ് ഞങ്ങൾ ഓർമ്മ. അതാകുമ്പോൾ നമ്മുടെ മക്കളോട് എല്ലാം പറയുന്നത് തരാറുണ്ട്. നിങ്ങളുടെയൊക്കെ കാരണം നല്ല സുഖം. ഞങ്ങളുടെയൊക്കെ കാലത്ത് പണ്ട് മറ്റേ പൂ വയ്ക്കാൻ വേണ്ടി പറമ്പിൽ പോകണം, അങ്ങനെ പൂ കളക്ട് ചെയ്യണം, എല്ലാം ഇടണം. ഇപ്പം അവിടെ പൂവില്ല, കൊണ്ടേ തരും, ഇട്ട് തന്നാൽ എത്രയോ മാത്രമേ. അപ്പം എൻ്റെ ചെറുപ്പത്തിലും ഒരു തവണയൊക്കെ ഞാൻ ഇതേപോലെ പൂ വരച്ചിട്ടിട്ടുണ്ട്. അതിങ്ങനെ മമ്മീനെ കുറെ നിർബന്ധിക്കുമ്പോൾ നമുക്ക് ഒന്ന് കുറച്ചിടാം ഒരു തവണയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓണം എനിക്ക് ഏറ്റവും കൂടുതൽ ഉമ്മയുടെ ആഘോഷിക്കുന്നത് തൃശ്ശൂരുകാരാണെന്ന് തോന്നുന്നു. നമ്മുടെ അവിടെ നിന്ന് ഇത്ര വിപുലമായിട്ടുള്ള പരിപാടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ MBBS തൊട്ട് നാട്ടിൽ പിന്നെ പോക്ക് കുറവാണ്. അപ്പോൾ ഇത്ര ഒരു ഭയങ്കരമായിട്ടുള്ള ആഘോഷം കാര്യങ്ങളൊന്നും ഞങ്ങളുടെ നാട്ടിൽ എന്തായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ കളിച്ചതിൽ 6
പാർവതിയുടെ മനസ്സിൽ ഒറ്റ ആളുകൾ ബാക്കിയെല്ലാവരും കല്യാണം കഴിച്ചാണ്. നമ്മുടെ കൃഷ്ണയാണ്. കൃഷ്ണയുടെ മാരേജ് നടക്കാൻ പോവുകയാണ്. കൃഷ്ണയ്ക്ക് എല്ലാ ഭാവങ്ങളും അനുസരിച്ചു കൊടുക്കും. പൂക്കാത്തമാവിന്റെ കായ്ക്കാത്ത കൊമ്പത്ത കൽക്കണ്ട കനിയാണ് വെണ്ണ. പൂക്കാത്ത മാവിന്റെ കായ്ക്കാത്ത കൊമ്പത്ത് കൽക്കണ്ട കരിയാണ് പെണ്ണ്. ഇറങ്ങട്ടല്ലേ? ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും പഴക്കുടിയിൽ
കൊടിപ്പൊളിയിൽ വള്ളത്തുടിയിൽ കട്ടക്കൊരുങ്ങി നിറപറ നിറയ്ക്കണ നിറവാണല്ലോ പെട്ടപ്പെട്ട വട്ടം വലിക്കണ രസമാണല്ലോ മുടിമേലെ മണം പരത്തണം മലയാളക്കരയിലക്കണം വിളമ്പാനായില നിരത്തണം ഒരുങ്ങിവാ മിനിങ്ങിവാ ഏത് മൂഡ് 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 ഓണമൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത്